സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2025 ജൂലൈ 13 ശ്രീനാരായണ ധർമ്മോത്സവം ആചരിച്ചു. മുഹമ്മ വിശ്വകാജി മഠത്തിൽ വെച്ച് നടന്ന പ്രസ്തുത പരിപാടിയിൽ സ്മൈൽ സാധനയിലെ 25ഓളം ഗുരുധർമ്മ പഠിതാക്കൾ ശ്രീനാരായണ ധർമ്മകൃതിയിലെ 25 വിഷയങ്ങൾ പഠിച്ച് പ്രൗഢഗംഭീരമായ സദസ്സിൽ പ്രഭാഷണമായി അവതരിപ്പിച്ചു. ഇത് ശ്രീനാരായണ ധർമ്മപ്രചരണ ചരിത്രത്തിലെ വേറിട്ട ഒരു അനുഭവമായി.
നമുക്ക് ഗുരുവിൻ്റെ പേരിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നതിനുള്ള ഒരു മഹനീയമായ ഒരു അവസരവും ഒരു സന്ദർഭവും, ഒപ്പം ഗുരുവിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, പറയുക, അങ്ങനെ പറയുന്നവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ നമുക്കിടയിലേക്ക് ഗുരുവിൻ്റെ തത്വങ്ങളൊക്കെ അങ്ങനെ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സുന്ദരമായ ഒരു മുഹൂർത്തം, അതാണ് ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതൊരു വളരെ സുന്ദരമായ ഒരനുഭവമാണ്. കാരണം നമ്മളെല്ലാവരും തന്നെ പ്രഭാഷണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു വിഷയത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറയാനായിട്ട് നമുക്ക് പലപ്പോഴും അതിനുള്ള ഒരവസരം, അതല്ലെങ്കിൽ അതിനുള്ള ഒരു സന്ദർഭം പലപ്പോഴും എപ്പോഴും സംജാതമാകണമെന്ന് നിശ്ചയമില്ല, നിർബന്ധമില്ല. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അറിയാമായിരിക്കാം, പക്ഷെ ആ കാര്യങ്ങളെ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ശരി, ഞാൻ ഉദ്ദേശിക്കുന്നത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളെല്ലാ ശാസ്ത്രങ്ങളും പഠിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് പറയും. അതായത് സബ്രഹ്മചാരികളെ പഠിപ്പിക്കുക എന്ന് പറയും, ഉപാധ്യായന്മാരായിട്ട് തീരുക എന്ന് പറയും. അപ്പോൾ അവിടെയൊക്കെ ശരിക്കും ആചാര്യന്മാരെല്ലാം അങ്ങനെയാണ്, ശിഷ്യ പാരമ്പര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അതായത് ഏറ്റവും ശിഷ്യന്മാരിൽ മുതിർന്ന വ്യക്തിക്ക് ഗുരു ഉപദേശം കൊടുക്കും. ആ മുതിർന്ന ശിഷ്യൻ മറ്റുള്ളവർക്ക് അതിനെ പറഞ്ഞു കൊടുക്കും. ഗുരു എപ്പോഴും അങ്ങനെ മുതിർന്ന ശിഷ്യൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു പരമ്പര എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളും ബ്രഹ്മവിദ്യാലയത്തിലൊക്കെ വ്യാകരണവും ന്യായവും മറ്റുമൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. അഥവാ ഇനി ഔപചാരികമായ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഇനി നമുക്ക് കേവലം 2-3 പ്രഭാഷണം മാത്രമേ ഉള്ളൂ. പൊതുസമ്മേളനത്തിന് ശേഷം ശുദ്ധിയെക്കുറിച്ച്